കർത്തരി മുഖത്തിന്റെ അസംയുക്ത മുദ്രാപ്രയോഗം നമുക്ക് നോക്കാം. യുഷ്മത് ദർത്തൈക വചനം, നിങ്ങൾ എന്നാണ്. അപ്പൊ അവിടെ ഒരു സംശയം വരുന്നത് യുഷ്മത് ദർത്തൈക വചനം എന്ന് ചിലപ്പം ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. യുഷ്മത് ദർത്തൈക വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരൊറ്റ വാക്കാണ്. അതിനുശേഷം വേറൊരു വചനമുണ്ട്, അതാണ് വചനം. ഓക്കെ, വചനം എന്ന് പറഞ്ഞാൽ വാക്ക് എന്നുള്ള. അപ്പോൾ യുഷ്മത് ദർത്തൈക വചനം, വചനം, സമയക്രമം, സമയം. ഇത് രണ്ട് രീതിയിൽ മുദ്ര കാണിക്കാറുണ്ട്. സമയം എന്നും കാണിക്കാറുണ്ട്. ഇപ്പം സമീപത്ത് എന്നുള്ള, അടുത്ത് എന്നുള്ളതിനും ഈ മുദ്ര കാണിക്കാറുണ്ട്. യുഷ്മത് ദർത്തൈക വചനം, വചനം, സമയക്രമം. സമയം എന്ന് കാണിക്കാം, സമയക്രമം എന്നും കാണിക്കാം. ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടും കാണിക്കാം. ബഹൂക്തി രസ്മദർത്തശ്ച, അതായത് ബഹുവചനം. ബഹുവചനം പറയുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെ കാണിക്കുമ്പോഴത്തേനും ഇങ്ങനെ കാണിക്കും, നിങ്ങൾ എന്നുള്ളത് രീതിയിൽ. അതിനുശേഷം പിന്നെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്നും കാണിക്കും. അതായത് ബഹുവചനം കാണിക്കുമ്പോൾ നിങ്ങൾ, ഞാൻ എന്നുള്ളതും ഒരുമിച്ച് തന്നെയാണ് ആ വേർഡ് വരുന്നത്. അപ്പോൾ ബഹൂക്തി രസ്മദർത്തശ്ച, അസ്മത് എന്നുള്ളതാണ് വരുന്നത്. ബഹൂക്തി രസ്മദർത്തശ്ച. മർത്യോ, മർത്യോ മനുഷ്യൻ എന്നുള്ളത്. മർത്യോ. വക്ത്രം, വക്ത്രം ഫേസ്, മുഖമാണ് കാണിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് മുഖം ചിലവർ ഇങ്ങനെ നീക്കിയൊക്കെ പോകുന്ന കാണാം. പിന്നെ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ കൈയുടെ റിസ്റ്റ് എപ്പോഴും ഇങ്ങനെ തന്നെ ഈ ഒരു ഒടിവ് കിട്ടാൻ ശ്രദ്ധിക്കണം. വക്ത്രം അല്ലെങ്കിൽ ഫേസ് കാണിക്കുമ്പോൾ വക്ത്രം. വിരോധിതം, വിരോധിതം കാണിക്കുമ്പോൾ അവരോടുള്ള ദേഷ്യം, വിരോധിതം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കാം, വിരോധിതം. ബാലകോ, ബാലൻ, കുട്ടി എന്നുള്ളത്. നകുലച്ചാപി, ഇതുപോലെ തന്നെയാണ്. കീരിയാണ്, കീരി, എഴഞ്ഞു പോകുന്നതായിട്ടുള്ളതാണ് നകുലച്ചാപി. അപ്പം ബാലകോ നകുലച്ചാപി നൃത്യജ്ഞ സമുദീരിത. അത് ശ്ലോകത്തിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. കർത്തരീമുഖ ഹസ്താഖ്യ അസംയുക്ത ദശൈവഹി.